വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ദിലീപേട്ടനെ കുറിച്ച് തന്നെയാണ്. കാരണം നമ്മുടെ ഈ ഫംഗ്ഷന് നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച പോലെ തന്നെ ദിലീപേട്ടൻ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി എത്തി. അപ്പം അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ സിനിമയുടെ ലൊക്കേഷനുകൾ ദിലീപേട്ടനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം തന്നിട്ടുള്ള ഒരു എനർജി, അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ ആയാലും പെരുമാറ്റത്തിലൂടെ ആയാലും അദ്ദേഹം തന്നിട്ടുള്ള ഒരു എനർജിയാണ് പലപ്പോഴും നമ്മളെ പിടിച്ചു നിൽക്കാൻ വേണ്ടി. അത് എനിക്ക് മാത്രമല്ല, ഇവിടെ ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ്. ആ എനർജിയിൽ കൂടെ തന്നെയാണ് ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഫംഗ്ഷന് ദിലീപേട്ടൻ വന്നതിൽ ഞാൻ ഒരുപാട് പേഴ്സണലി തന്നെ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ എനിക്ക് മാനസികമായിട്ട് പേഴ്സണലി വളരെയധികം ബന്ധമുള്ളവരാണ്. ഒരു ഒഫീഷ്യൽ ബന്ധത്തിനപ്പുറത്തേക്ക് ബന്ധമുള്ളവരാണ്. അപ്പോൾ എല്ലാവരും വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ICU എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച്, ഈ സിനിമ ഞങ്ങളുടെ ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ റൈറ്റർ സന്തോഷിൻ്റെ അടുത്ത് വന്ന സബ്ജക്റ്റ് പറയുമ്പോൾ തന്നെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇതിനിടയ്ക്ക് കേൾക്കുകയും സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ സന്തോഷ് ഈ സബ്ജക്റ്റ് പറയുമ്പോൾ അതിൻ്റെ ഒരു കോർ എലമെന്റ് സിനിമ സ്ക്രീനിൽ വരാൻ പറ്റുന്നതാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നിയപ്പോഴാണ് ഞാനത് ചെയ്യാമെന്ന് ആഗ്രഹിച്ചത്. അതെന്തായാലും ഇതിൻ്റെ പ്രൊഡ്യൂസർ ചെയ്യും അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായി നിന്ന് അത് സംഭവിപ്പിച്ച് ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. ഇനി 26-ാം തീയതി പടം റിലീസാണ്, അതെല്ലാവരും കാണണം. അത് കാണുമ്പോൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സിനിമക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് പ്രേക്ഷകർ എടുക്കുന്ന ഒരു ടിക്കറ്റിൽ നിന്നാണ്. പ്രേക്ഷകർ എടുക്കുന്ന ഓരോ ടിക്കറ്റും ഓരോ സിനിമക്കാരുടെയും ജീവിതം തീരുമാനിക്കുന്നു. അപ്പോൾ എനിക്ക് മീഡിയ സുഹൃത്തുക്കളോട് പ്രേക്ഷകരോട് പറയാനുള്ളത്, എല്ലാവരും സിനിമ കാണണം, വിജയിപ്പിക്കണം. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന പടത്തിലേക്ക് ഒരൊറ്റ സീനേ ഉള്ളൂ, ഒരു തല്ലുന്ന ഒരു സീനുണ്ട്. ആ സീനിന് വേണ്ടി എന്നെ വിളിച്ചത് ദിലീപേട്ടനാണ്. ആ സീൻ കണ്ടതിന് ശേഷമാണ് റാഫി സാർ പിന്നെ റോൾ മോഡലിലേക്ക് വിളിക്കുകയും ബോംബ് കഥ സംഭവിക്കുകയും അങ്ങനെ കണക്ട് ചെയ്താണ് എൻ്റെ അഭിനയ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. സൗണ്ട് ഇത്തിരി പ്രശ്നമുണ്ട്. പക്ഷെ ഇതിനൊന്നുമല്ല ഞാനിപ്പോൾ നന്ദി പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഇത്ര നേരം ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓടിപ്പോയിട്ട് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദിലീപേട്ടൻ മന്നേനും ഇവിടെ റെഡി ആവണമെന്ന് പറഞ്ഞിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് ദിലീപേട്ടൻ വന്നത്. നേരെ ചാടി ഞാൻ വന്നു. ഞാൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ദിലീപേട്ടൻ എന്നോട് ശരി പറഞ്ഞു, എടാ ഇത്രയും മീഡിയക്കാർ നിൽക്കണേന്ന് സൂക്ഷിച്ച്, ഞാൻ സിപ്പ് ഇട്ടിട്ടില്ല എന്നുള്ളത്. എൻ്റെ മാനം രക്ഷിച്ചതിന് മരണം വരെ ഞാൻ നന്ദിയുള്ളവരായിരിക്കും. അതാണ് എനിക്ക് ബാക്കിയൊക്കെ വിട്ട്, ഞാൻ ദിലീപേട്ടൻ ചെയ്ത എല്ലാ കാര്യം വിട്ട്. ഇതാണ് ഒരു പെറ്റ. കാരണം അത്രയും മീഡിയ ഉണ്ടായിരുന്നു. അവന്മാരെ പങ്കെടു പറഞ്ഞപ്പോൾ നേരമല്ല. പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ വേദിയിൽ മുമ്പിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മീഡിയാസ്, എൻ്റെ കൂട്ടുകാരെ, എല്ലാവരും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഈ സിനിമ എന്നോട് ജോൺ കുട്ടി ചേട്ടനാണ്, നമ്മുടെ ജോണി ആൻ്റണി ചേട്ടനാണ് ആദ്യമായിട്ട് കേൾക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തിയേറ്ററിൽ അന്നൊക്കെ TV-യിൽ വരുമോ, ഈ മുഖം TV-യിൽ വരുമോ എന്ന് പോലും വിചാരിക്കാത്ത കാലഘട്ടത്താണ് ഞാൻ താന്തോന്നി എന്ന് പറഞ്ഞ പടം കാണുന്നത്. പിന്നീട് അതേ സംവിധായകൻ്റെ ഒരു പടം ഞാൻ അഭിനയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ജോർജ് ചേട്ടൻ എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ ആകർഷണം. പിന്നെ സന്തോഷ് ചേട്ടൻ്റെ ശക്തമായിട്ടുള്ളൊരു തിരക്കഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സസ്പെൻസ് ത്രില്ലർ ആകുമ്പോൾ കാണുന്ന പ്രേക്ഷകനും എപ്പോഴും അവൻ്റെ ഒരു ബുദ്ധി ഉപയോഗിക്കും. ഈ റൈറ്ററിൻ്റെ മുകളിൽ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ടായിരിക്കും പ്രേക്ഷകൻ കാണുന്നത്. കാരണം അവൻ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി ബുദ്ധിയുള്ളവരാണെന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അതങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മുടെ ചിന്തയിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ത്രില്ലർ മൂഡിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത്. അപ്പോൾ ഇതൊരു നല്ല മികച്ച ത്രില്ലർ സിനിമയായിരിക്കുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് വീണ്ടും എല്ലാവർക്കും നന്ദി. ദിലീപേട്ട വീണ്ടും നന്ദി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. അതിന് വന്ന് അനുഗ്രഹിച്ച് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത ദിലീപ് സാറിന് വളരെയധികം നന്ദി. സാറിനെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഡയറക്ടറായ ജോർജ് സാറിന് ഒരുപാട് നന്ദി. പിന്നെ ഇത് എഴുതിയ സന്തോഷ് സാർ, താങ്ക് യു സോ മച്ച്. എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തെല്ലാം ശരിയാക്കിയ ഷിബു ചേട്ടന് നന്ദി. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ
ജെയിൻ സർ ആൻഡ് വിനോദ് സർ, താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും കാരണമാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. എന്നെ ചൂസ് ചെയ്ത ജോർജ് സാറിന് വളരെയധികം നന്ദി. ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ക്രൂ, ബാബുരാജ് സർ, മുരളി ഗോപി സർ, ബിപിൻ ചേട്ടൻ, താങ്ക് യു സോ മച്ച്. ICU എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രില്ലറാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. മീഡിയ പ്രവർത്തകരെ, സിനിമയിലെ വിശിഷ്ട വ്യക്തികളെ, എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമായ ശ്രീ ദിലീപാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഈ മുഹൂർത്തം ധന്യമാക്കിയതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഈ സിനിമ ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ താൻ തോന്നി കഴിഞ്ഞിട്ട് ശ്രീ ജോർജിൻ്റെ സിനിമ, അദ്ദേഹത്തിൻ്റെ ഈ സിനിമയുടെ കഥ സന്തോഷം പറയുമ്പോഴുള്ള ഒരു മൂഡ് ഈ സിനിമയിൽ നിലനിർത്താനായിട്ട് ഇവർ വളരെയധികം മത്സരിച്ച് പ്രവർത്തിച്ച ആൾക്കാരാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 2 കാലഘട്ടമാണ് ഈ സിനിമയിൽ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അതും അത് അവരുദ്ദേശിച്ച രീതിയിൽ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാൻ ലേറ്റായാലൊന്നും ഒരു കാര്യമില്ല. കാരണം കഥയിലെ അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇനിയും ലേറ്റായാലും ഒരിക്കലും അത് പഴകില്ല എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. എന്തായാലും ഒരു ചെറിയ വിഷമം മാത്രമേ നമുക്കുള്ളൂ. കാരണം ഈ ഒരു നൊയമ്പ് കാലഘട്ടത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് ഇത് കാണാൻ, റിലീസിൻ്റെ അന്ന് കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ നമുക്കുള്ളൂ. എങ്കിലും അതും നല്ലതിന് വേണ്ടി എന്ന് നമുക്ക്, കാരണം സിനിമ നന്നായിട്ട് പോയാൽ നൊയമ്പ് കഴിഞ്ഞും ഈ സിനിമ തിയേറ്ററിൽ ഉണ്ടാവും എന്നും നമ്മൾ ഒരു ഭാഗത്ത് ചിന്തിക്കുന്നു. എന്തായാലും കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷമൊക്കെ നൊയമ്പിൽ കണ്ടമാനം ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇതും അങ്ങനെ ഒരു ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ ഷിബു കുച്ചുമൂട് ഇപ്പോഴാണ് ഇരുട്ടത്ത് കണ്ടത്. ഈ സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിൻ്റെ പല കയറ്റവർഗങ്ങളിലെല്ലാം ഉണ്ടായ ആളുകളുണ്ട്. അവസാനം ഈ സിനിമ തിയേറ്ററിൽ വന്ന് ഇത് ഇറങ്ങാൻ സാധിച്ചത് വളരെ സന്തോഷം. എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ഒരു റിസൾട്ട് നല്ലതായി എന്ന് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു ചടങ്ങിന് വരാൻ സാധിച്ചത്. ഇന്നലെയും ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് ഇവർ രണ്ടുപേരും ഈ വിഷ്ണുവും ബിബിനും ഒരുമിച്ച് നടന്നിരുന്ന ആൾക്കാരാണ്. ഇവരെ കൂടുതൽ 2 സ്ഥലത്തായിട്ടൊക്കെ കണ്ടുപിടിക്കണം. പക്ഷെ ഇവരെന്ത് ചെയ്താലും നമുക്ക് കണക്കപ്പെടുത്തില്ല എന്ന് പറഞ്ഞാൽ അവരത്രയും പ്രിയപ്പെട്ടവരാണ് നമുക്ക്. അറിയാലോ. അപ്പോൾ ബിപിനാണെങ്കിലും നമുക്ക് വലിയ സന്തോഷമുണ്ട് ബിപിൻ അത് പറഞ്ഞതിൽ. അതെന്ന് വെച്ചാൽ നീ പറഞ്ഞ മറ്റേ സംഭവമല്ല. അതിൽ ഞാൻ നീ ഇവിടെ സിമ്പിളായിട്ട് നിൽക്കുകയായിരുന്നു. പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെവി പറഞ്ഞത്. പക്ഷെ ഇപ്പോ കൂടുതലൊന്നും പറയണ്ടെന്നല്ല പറഞ്ഞത്, എല്ലാവരും വിഷല് കാണുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോ വിഷ്ണുവും ബിപിനും, വിഷ്ണു ആണെങ്കിലും നമ്മൾ നിർമ്മിച്ച കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ എന്ന സിനിമയിലൂടെയാണ് നായകസ്ഥാനത്തേക്ക് വന്നത്. അതുപോലെ ബിപിനും, ഇവർ രണ്ടും ശരിക്കും പറഞ്ഞാൽ ഗംഭീര എഴുത്തുകാരായി മാറേണ്ട 2 പേരായിരുന്നു. പക്ഷേ അവർ വേറെ രീതിക്ക് തിരിഞ്ഞ് നടക്കുകയാണ്. വീണ്ടും അവർ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷ. എന്നുവെച്ചാൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മോശമാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവർക്ക് ആ മെടുക്കുണ്ട്, ആ ടാലന്റ് കളയരുത് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ മിനി സ്റ്റുഡിയോ, ഞാനിതുപോലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളുടെ ബന്ധമുള്ളതാണ്. കോവിഡിനൊക്കെ മുമ്പ് തന്നെ മിനി സ്റ്റുഡിയോ വിനോദും ഞാനും ശരിക്കൊരു സിനിമ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് അങ്ങനെ 2-3 സബ്ജക്റ്റുകളായി. പക്ഷെ പിന്നീട് നിങ്ങൾ ആ സിനിമകൾ വേറെ രീതിയിൽ കാണുകയുണ്ടായി. അത് നമ്മൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിനോദും അതുപോലെ ജെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ സഹോദരങ്ങൾ തന്നെയാണ്.
അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്ന ശുഭമൊക്കെ ആണെങ്കിലും നമുക്ക് അടുത്ത ബന്ധമുള്ള ആളുകളാണ്. പിന്നെ ബാബുഭായി പറഞ്ഞ പോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങി കാണുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാബുരാജ്. ഞാൻ വിദ്യാരാജ് പഠിക്കുമ്പോൾ അന്നൊക്കെ നമ്മളിവിടെ നമ്മളൊക്കെ മെല്ലിങ്ങനെ ഇരിക്കുക, ഒരു ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കര ഇതിൽ വരിക. അപ്പോൾ നമ്മൾ സ്കൂളിൽ അങ്ങനെ പെൺകുട്ടികളായിട്ടൊന്നും ഇങ്ങനെ സംസാരിക്കൊന്നുമില്ല. എന്നാലും നമ്മുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ നമ്മുടെ സ്വത്താണ് എന്നുള്ള മാനസികമായിട്ട് നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ അങ്ങനെ വിചാരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവർ മുമ്പിലുണ്ടെങ്കിൽ ഞങ്ങൾ പുറകിലുണ്ടാവും. അപ്പോഴാണ് ഇവർ 3-4 പേര് നെഞ്ചൊക്കെ വിളിച്ചിട്ട് ഈ സ്ഥലം നമ്മളിങ്ങനെ കാരണം ഒരു സ്കെൽട്ടനായിരിക്കണം, നമുക്കിതൊന്നും പറ്റൂല. പക്ഷെ അന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടില്ല. അന്ന് പുള്ളിനെ കണ്ടിട്ട് പോലുമില്ല, ഞാൻ പുള്ളി കണ്ടിട്ടുണ്ട് ഈ മസിലുള്ളതുകൊണ്ട്. അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്നു. പിന്നീട് അദ്ദേഹം കറങ്ങി, ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിച്ചത്, എൻ്റെ സീനിയറാണ്. പിന്നെ ശേഷം കറങ്ങി പുള്ളി അഭിനയത്തിലൂടെ വന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പല സിനിമകൾ ചെയ്തു. അതിൽ നിങ്ങൾ കണ്ടും എടുത്തു പറയേണ്ട സിനിമകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് മായാമോഹൻ. ഞങ്ങൾ കാമുകിമാരെ അഭിനയിച്ച സിനിമയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അഭിനയിക്കുന്ന ഈ സിനിമ, അതുപോലെ ഇതിലെ വിസ്മയ പറഞ്ഞു ഒരു ആദ്യത്തെ സിനിമയാണ്. വിസ്മയ ഓൾ ദി ബെസ്റ്റ്, എല്ലാം ഗംഭീരമാവട്ടെ. അതുപോലെ ബിപിനും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, ശ്രീകാന്ത് തുടങ്ങിയ എല്ലാവരും വലിയ സന്തോഷം. ഈ സിനിമയുടെ വലിയൊരു സക്സസ് ഇപ്പോൾ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഈ സിനിമ കുറച്ച് 1-2 വർഷങ്ങളുടെ കണ്ടന്റിന്റെ ബലം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് ചില കണ്ടന്റ്സ് അങ്ങനെയാണ്, എത്ര വർഷം പഴകിയാലോ ഈ വൈനിന് അല്ല മദ്യത്തിന് വീര്യം കൂടുന്ന് പറയുന്ന പോലെ, ക്ലബായതുകൊണ്ടാട്ടെ എന്ന് പറയുന്ന പോലെ സബ്ജക്റ്റിന് അത്രയും ഡെപ്ത് ഉണ്ട് എന്നാണ് ഇവിടുത്തെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത്. ICU അത് നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. ഇപ്പം ഇവിടെ പറയേണ്ടായി ഒരുപാട് സിനിമകൾ നോമ്പ് കാലത്താണെങ്കിലും സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കട്ടെ. കരയിൽ സിനിമയും വലിയൊരു വിജയമാവട്ടെ. കരയിൽ സിനിമ വലിയൊരു വിജയമാവേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. കാരണം മിനി സ്റ്റുഡിയോ നമ്മുടെ അടുത്ത സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എന്തായാലും കാശ് എന്തായാലും വന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. സിനിമ ഗംഭീരമാവട്ടെ, വലിയ വിജയമാവട്ടെ. ICUവിൻ്റെ ഈ ട്രെയിലർ ലോഞ്ച് അല്ലേ, ഇപ്പം എൻ്റെ പണിയാണോ അത് അല്ലേ? അങ്ങോട്ട് വന്നു. എനിക്ക് തോന്നുന്നത് താങ്കോലി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം മിക്ക സെറ്റിലും ജോർജ് എന്നെ കാണാൻ വരുമായിരുന്നു. ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരു കഥയും കാര്യങ്ങളൊന്നും വർക്കായില്ല. പക്ഷെ ഐ എം സോ സോറി. സംസാരിച്ച് അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് പോയി. ജോർജ് ഓൾ ദി ബെസ്റ്റ്, നിങ്ങളുടെ പ്രയത്നം. കാരണം ജോർജ് ഒരു സിനിമ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. പലപ്പോഴും പല കഥകളായിട്ട് ഒരുപാട് സിനിമ ചെയ്യാൻ, എന്ന് വെച്ചാൽ നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരല്ല, ഒരുപാട് പേര് ഒരാളായിട്ടാണ് എനിക്ക് ജോർജിനെ തോന്നിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഈ സിനിമ വലിയ ഹിറ്റായി മാറട്ടെ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. എന്നെ വിളിക്കുന്നത് ജോർജ് ചേട്ടനാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ജോർജ് ചേട്ടൻ തന്നെ പറഞ്ഞൊരു വാചകം കേട്ടപ്പോഴാണ്. ജോർജ് ചേട്ടനോട് അതാരൊക്കെ ചോദിക്കുകയുണ്ടായി, താന്തോന്നി പോലൊരു സിനിമ കഴിഞ്ഞതിന് ശേഷം ഇത്രയേറെ വൈകി എന്താണ് ഈ സിനിമ എന്ന് ചോദിക്കുന്ന സമയത്ത് വർഷങ്ങളുടെ ഗ്യാപ്പ് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഞാനൊരിക്കലും എന്താ പറയുക ഗ്യാപ്പ് ഉണ്ടാക്കുകയായിരുന്നില്ല, ഞാൻ നിരന്തരം സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളൊരു വാക്കാണ്. അത് എത്രത്തോളം ഒരു മനുഷ്യൻ സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാര്യം ഒരു 13 വർഷം, ഒരു ദശാബ്ദക്കാലത്തിനേറെയായി ഒരാൾ നിരന്തരമായി സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിരാശയും ഇല്ലാതെ പറയുകയും ചെയ്യുന്നു. ഇപ്പം നമ്മളൊക്കെ തന്നെ 1-2 വർഷമൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര നിരാശ തോന്നാറുണ്ട്. പക്ഷേ ജോർജ് ചേട്ടൻ്റെ വാക്കുകളിൽ ഒട്ടും തന്നെ നിരാശയില്ല എന്ന് കണ്ടപ്പോൾ തോന്നിയൊരു വലിയൊരു സന്തോഷം.
ഞാൻ എപ്പോഴും ജോർജേട്ടനെ കാണുകയും എനിക്ക് ജോർജേട്ടനെ അറിയോ ഇല്ലെന്ന് അറിയില്ല. എനിക്ക് വളരെയധികം സ്നേഹവും ഇഷ്ടവുമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഇത്രയേറെ സിനിമയ്ക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്ന, ഇത്രയേറെ സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പരിശ്രമം നടത്തുന്ന വളരെ ചുരുക്കം പേരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിലെടുത്ത് പറയേണ്ട പേരാണ് ജോർജേട്ടൻ. അപ്പോൾ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, സിനിമ ജോർജേട്ടന് വേണ്ടി എന്തോ ഒരു മാജിക് കരുതി വെച്ചിട്ടുണ്ട്. ആ മാജിക് ഐശ്വര്യമായി മാറണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം കൂടിയാണ്. കാര്യം സത്യത്തിൽ ജോർജേട്ടനെ പോലുള്ള ആളുകൾ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ അത് മലയാള സിനിമ പരാജയപ്പെടുന്ന പോലെ ആയിപ്പോകും. അത് സംഭവിക്കാൻ പാടില്ല. ജോർജേട്ടന് എല്ലാവിധ നന്മകളും ഉണ്ടാകണം. ജോർജേട്ടൻ ഇനിയും ഒത്തിരി സിനിമകൾ ഉണ്ടാകണം. ഇനിയൊരു ക്യാമ്പിന് ഇട കൊടുക്കാതെ ഒത്തിരി സിനിമകൾ ജോർജേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ ഒരു പറയാനുള്ളത്. ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ടവരാണ്. ദേവരാജനുണ്ട്, വിപിനുണ്ട്, ശ്രീകാന്തനുണ്ട്, ജെയിൻ, ഒത്തിരി പേര്, എല്ലാം പരിചിതരായ മുഖങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സിനിമയായി മാറണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാകട്ടെ. റംദാൻ മാസമാണെന്നുള്ള പേടി വേണ്ട. ദൈവം ഏറ്റവും കൂടുതൽ കനിഞ്ഞു നൽകുന്ന മാസമാണ്. ആ മാസം ജോർജേട്ടൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാസമായി മാറട്ടെ. താങ്ക് യു. എനിക്ക് വേണ്ടി അത്രയും ആൾക്കാരോട് സംസാരിച്ചു. എൻ്റെ പേര് അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെട്ട സംഗതി. താങ്ക് യു. സംസാരിക്കില്ല, മറ്റേ ഇപ്പം മുരളിച്ചേട്ടൻ റീസെൻ്റ്ലി പറഞ്ഞ സിനിമ സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. സോ എനിക്കോ പേര് മെൻഷൻ ചെയ്ത ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും ഇൻക്ലൂഡഡ് ഓരോ വാക്കും സിൻസിയർ ആയിരുന്നു. താങ്ക് യു. ജോർജേട്ടൻ്റെ സക്സസ് എല്ലാവരും ദിലീപേട്ടൻ മിനി സ്റ്റുഡിയോ ആയിട്ടുള്ള ബന്ധം പറഞ്ഞു. ഈ സിനിമയും ദിലീപേട്ടൻ തമ്മിലൊരു ബന്ധം കിടക്കുന്നത് ശരിക്കും ദിലീപേട്ടൻ കാരണം സംഭവിച്ചൊരു സിനിമയാണ്. ദിലീപേട്ടൻ്റെ ഒരു സിനിമയുടെ ഗ്യാപ്പിൽ സംഭവിച്ചൊരു സിനിമയാണിത്. ആ സമയത്ത് തന്നെ ക്രൂ ഷിബുചേട്ടൻ അവരാണ് എൻ്റർ ദ ഡ്രാഗൺ എന്നുള്ളൊരു പടം കൊണ്ടുവന്ന് അവിടെ നിന്നുമാണ് ഈ പടത്തിൻ്റെ ജനനം സംഭവിക്കുന്നത്. അത് ഇതേ വേദിയിൽ ചീഫ് ഗസ്റ്റായിട്ട് ദിലീപേട്ടനെ തന്നെ ഞങ്ങൾക്ക് കിട്ടി. താങ്ക് ടു ഗോഡ്. ഈച്ച് ആൻഡ് എവരി വൺ, ഓരോരുത്തർക്കും നമ്മൾ നന്ദി പറയുന്നു. ഇവിടെ ഇപ്പം നിങ്ങളെ കണ്ട ട്രെയിലർ ലോഞ്ച് ആണല്ലോ നമ്മുടെ പരിപാടി. ഈ ട്രെയിലർ ലോഞ്ചിൽ എനിക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുള്ളായി തോന്നിയ ഒരാളാണ് ജോസ് ഫ്രാങ്ക്ലിൻ മ്യൂസിക്. അദ്ദേഹം ചെയ്ത മലയാള സിനിമ, ആ സിനിമയുടെ ഡയറക്ടർക്ക് സ്റ്റേറ്റ് അവാർഡാണ്. ആ സിനിമയുടെ ഡയറക്ടറുടെ പടമാണ് അടുത്തത് ദിലീപേട്ടൻ പെൻഡിങ് കിടക്കുന്ന പറക്കും പപ്പൻ. ആ സിനിമ അന്ന് സ്പെഷ്യൽ ഷോ ദിലീപേട്ടന് വേണ്ടി വെച്ചിട്ടുണ്ട്. അന്ന് ദിലീപേട്ടൻ ചോദിച്ച മ്യൂസിക് ഡയറക്ടർ ആരാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഭാഗ്യമാണ്. ഓഫ് കോഴ്സ് ജോർജേട്ടനെ ഞാനും കൂടി മീറ്റ് ചെയ്യുന്നത് വേറെ ഏതൊക്കെയോ കഥകൾ, കുറേ സിനിമകൾ സംസാരിച്ച് അതിൽ നിന്നും ഇത് എത്തിപ്പെടുകയാണ്. ഇത് കൊണ്ടുവന്ന സംഭവിപ്പിച്ച ആളാണ് ശ്രീ ഷിബുജി സുശീലൻ. പ്ലീസ് എനിക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ്. സിനിമ അറിയാത്ത ഒരാൾ വന്ന് സിനിമാ കഥ പറയുമ്പോൾ അത് സംഭവിക്കില്ല എന്ന് 100% ഉറപ്പുള്ള ഒരാൾ എനിക്കൊരു കട്ട് ഓഫ് ഡേറ്റ് തരുന്നു. ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് എഴുതി തന്നാൽ മാത്രം ഇത് ചെയ്യാമെന്ന്. അതർവൈസ് ഈ സിനിമ ഇല്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിച്ച ഒരാളാണ്. താങ്ക് യു. അത് ഈ ഫാമിലിയുടെ ഭാഗമായതുകൊണ്ടാണ് നിങ്ങളെ സെറ്റാക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഭാഗമാണെങ്കിൽ ഈ സിനിമ ഇതിൻ്റെ ഒപ്പം നിന്ന് ഒരു ആളെ കൂടി ഞാൻ വിളിക്കുന്ന സംഗതി, പ്ലീസ് സജീഷ് കുമാർ സഹിച്ചേട്ടാ ഒന്ന്. എവിടെ വെച്ച് വേണമെങ്കിലും സ്റ്റക്കായി പോവാവുന്ന ഒരു പടത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇത് സംഭവിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് നിർത്തിയ ഒരാളാണ്. ചേട്ടാ നിങ്ങളും കൂടി വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ക്രൂവിന് ഐസുവിൻ്റെ പ്ലീസ് എല്ലാവരും നോക്കാം. ഷുബിർഖാൻ പ്ലീസ്, നിങ്ങൾ വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത്. നിങ്ങൾ ഓരോരുത്തരും ഈ സിനിമയുടെ